ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുന്തിരി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സ്മൂത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് 300 ഗ്രാം മുന്തിരി എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ കുരുള്ള കറുത്ത മുന്തിരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി കുരുല്ലാത്താണെങ്കിൽ ഏതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ല പോലെ ഒന്ന് കഴുകിയിട്ടെടുക്കാം. ഇതുപോലെ ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനീഗറും കൂടി ചേർത്തിട്ടാണ് കേട്ടോ കഴുകിയെടുത്തിട്ടുള്ളത്. ഇനി ഇത് ഫുള്ളായിട്ട് ഈ ഒരു പാനിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നല്ല കളറുള്ള മുന്തിരി എടുക്കുകയാണെങ്കിൽ ഡ്രിങ്കിന് നല്ല കളർ ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് കൂടെ തന്നെ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 300 ഗ്രാമിലേക്ക് ഒരു കപ്പ് കറക്റ്റായിട്ടുള്ള ഒരു അളവാണ് കേട്ടോ ഉള്ളത്. ഇനി തീ ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ നല്ല പോലെ ഇതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഇതിവിടെ നല്ല പോലെ തിളച്ചിട്ട് മുന്തിരിയൊക്കെ ഒന്ന് പൊട്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കണം. ഈ ഒരു മുന്തിരി നന്നായിട്ട് ഒന്നും കൂടെ വെന്തിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. മുന്തിരിയൊക്കെ നല്ല പോലെ തന്നെ വെന്തിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ചെറിയ തിക്നെസ് മതിയിട്ട് ഒത്തിരി അങ്ങ് വറ്റിച്ചെടുക്കണ്ട. ഇതുപോലെ ഈ ഒരു തിക്നെസ്സിൽ വേണം കിട്ടാനായിട്ട്. നല്ലൊരു കളറും കിട്ടും കേട്ടോ. ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിക്കാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇത് ചെറിയ ചൂടോട് കൂടിയിട്ട് ഒന്ന് അരിച്ചിട്ടെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ പെട്ടെന്ന് നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഞാനിവിടെ ഒരു തവി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണ്. എളുപ്പത്തിന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ ഒന്നും കൂടി നല്ലത്. ഇതുപോലെ മൊത്തത്തിൽ ഇതിൻ്റെ ജ്യൂസ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് അങ്ങ് മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്തിട്ട് കിട്ടണം. ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു മുന്തിരിൻ്റെ സ്ക്വാഷ് ഒരു 1/2 കപ്പോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് നല്ല കട്ടപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം തണുപ്പിച്ചിട്ട് കട്ടയാക്കി എടുത്തിട്ടുള്ള പാലാണ്. അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് 2 ഗ്ലാസ്സിനുള്ള അളവാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഒരളവ് വെച്ചിട്ട് അതിൽ കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് അടിച്ചിട്ടെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ ആ ഒരു സ്ക്വാഷിലുള്ള മധുരം തന്നെ ഇതിലേക്ക് കറക്റ്റായിട്ട് ഉണ്ടാകും. ഇതിവിടെ നല്ല രീതിയിൽ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കളറാണ് കിട്ടുക. കാണാൻ നല്ല ഭംഗിയുള്ളൊരു കളറാണിത്. ഇനി നമുക്കിതിനെ ഇഷ്ടമുള്ള രീതിയിൽ സെർവ് ചെയ്യാം. പിന്നെ ഇത് അടിച്ചെടുത്ത ഉടനെ തന്നെ കുടിക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. കുറച്ച് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചെറുതായിട്ട് ഇങ്ങനെ പിരിഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അടിച്ചെടുത്ത ഉടനെ തന്നെ കുടിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്